Next is loss of head at entrance and exit. Loss of head at entrance and exit. Loss of head at entrance to pipe. Entrance il varuna loss of head inde formula aanu 0.5 v square by 2g, where v is the velocity of liquid in the pipe, and at exit head loss is v square by 2g. V is the velocity of liquid in pipe. So these are the various head losses. അപ്പോൾ എൻട്രൻസിൽ എക്സിറ്റിൽ എങ്ങനെയാണ്? എൻട്രൻസിൽ 0.5 v square by 2g യും എക്സിറ്റിൽ v square by 2g. നിങ്ങൾ സിലബസ് അനുസരിച്ച് ഡെറിവേഷൻ ഒന്നും പഠിക്കേണ്ട, എല്ലാ ഫോർമുല അറിഞ്ഞിരിക്കുക, പ്രോബ്ലം ചെയ്യാനും അറിഞ്ഞിരിക്കണം. മേജർ ലോസിനും പ്രോബ്ലംസ് ഉണ്ട്, മൈനർ ലോസിനും പ്രോബ്ലംസ് ഉണ്ട്. So now let us do a problem. പ്രോബ്ലത്തിന് മുമ്പ് ഒരു ചെറിയ കാര്യം. ഇൻ കേസ് ഓഫ് ഫ്ലോ ത്രൂ പൈപ്പ്, പൈപ്പ് ഫ്ലോ എന്ന് പറയുന്നത് നമുക്ക് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ലാമിനാർ ഫ്ലോയും ടർബുലന്റ് ഫ്ലോയും. നമ്മൾ ഈ ടൈപ്സ് നേരത്തെ പഠിച്ചിരുന്നു, ലാമിനാർ ഫ്ലോയും ടർബുലന്റ് ഫ്ലോയും. പൈപ്പ് ഫ്ലോയുടെ കേസിൽ ഇഫ് റെയ്നോൾഡ്സ് നമ്പർ ഇസ് ലെസ് ദാൻ 2000, ഫ്ലോ ഇസ് ലാമിനാർ. Whereas for turbulent flow, RE should be greater than 4000. അപ്പോൾ റെയ്നോൾഡ്സ് നമ്പർ ലെസ് ദാൻ 2000 ആണെങ്കിൽ ലാമിനാർ ഫ്ലോയും ഗ്രേറ്റർ ദാൻ 4000 ആണെങ്കിൽ ടർബുലന്റ് ഫ്ലോയും ഇൻ കേസ് ഓഫ് പൈപ്പ് ഫ്ലോ. ഇനി റെയ്നോൾഡ്സ് നമ്പർ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? റെയ്നോൾഡ്സ് നമ്പർ എന്ന് പറയുന്നത് റോ വി ഡി ബൈ മ്യൂ. റെയ്നോൾഡ്സ് നമ്പർ is rho v d by mu, where rho is the density, v is the velocity, d is the diameter, mu is dynamic viscosity. mu is dynamic viscosity. So Reynolds number എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? rho v d by mu. പൈപ്പ് ഫ്ലോയിൽ ലാമിനാർ ഫ്ലോയും ടർബുലന്റ് ഫ്ലോയും വരുന്നത് എപ്പോഴാണ്? റെയ്നോൾഡ്സ് നമ്പർ ലെസ് ദാൻ 2000 എങ്കിൽ ലാമിനാറും ഗ്രേറ്റർ ദാൻ 4000 എങ്കിൽ ടർബുലന്റ് ഫ്ലോ. ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. Now let us do a problem. Oil of
specific gravity, oil of specific gravity 0.82 is pumped through a horizontal pipeline 150 mm in diameter and 3 km long at the rate of 0.15 meter cube per second. The dynamic viscosity of oil is 9.38 poise. Is the flow laminar or turbulent? Question is oil of specific gravity 0.82. Specific gravity of oil 0.82 was pumped through a horizontal pipeline 150 mm diameter. So diameter of pipeline D is equal to 150 mm or 0.15 meter. Length of pipeline L is equal to 3 kilometer, that is 3000 meter, and flowing at a rate. So rate of flow എന്ന് പറയുന്നത് discharge 0.15 meter cube per second. Dynamic viscosity of oil, dynamic viscosity of oil is equal to 9.38 poise. അപ്പോൾ അത് എത്ര വരും? 9.38 into by 10, that is 0.938 Newton second per meter square. ചോദിച്ചിരിക്കുന്നത് ഫ്ലോ ലാമിനാർ ആണോ ടർബുലന്റ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ. ലാമിനാർ ആണോ ടർബുലന്റ് ആണോ എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ റെയ്നോൾഡ്സ് നമ്പർ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഇത്രയും ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡെൻസിറ്റി കണ്ടുപിടിക്കാം. റോ ഇസ് ഈക്വൽ ടു specific gravity into G. Specific gravity into rho W. G alla rho W. That is density of water. So 0.82 into 10 raised to 3. Area of cross section എത്ര വരും? പൈപ്പിന്റെ area of cross section A is equal to 5/4 into d square 0.0176 meter square. അപ്പോൾ velocity എത്ര വരും? Q by A, that is 0.15 divided by 0.0176, 8.522. അപ്പോൾ റെയ്നോൾഡ്സ് നമ്പർ കണ്ടുപിടിക്കുക. എല്ലാം ഉണ്ട്. റോ വി ഡി ബൈ ന്യൂ. റോ എത്രയാണ്? 0.82 into 10 raised to 3 into 8.522 into diameter 0.15 by ന്യൂ. ന്യൂ വാല്യൂ എത്രയാ? 0.938. ഇതങ്ങോട്ട് സോൾവ് ചെയ്യുക. എത്ര കിട്ടും നോക്കാം. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ എത്ര കിട്ടും? 117, which is less than 2000. അപ്പോൾ flow is therefore laminar flow. Is this clear? Specific gravity 0.82. നമുക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി അറിയാം, അതിന്റെ ഡെൻസിറ്റി കിട്ടി. ഡയമീറ്റർ ഓഫ് പൈപ്പ് ലൈൻ തന്നിട്ടുള്ളതുകൊണ്ട് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കണ്ടുപിടിച്ചു. Q A അറിയാമെങ്കിൽ വെലോസിറ്റി കണ്ടുപിടിക്കാൻ Q by A.
ഇത് നമ്മൾ റെയ്നോൾഡ്സ് നമ്പറിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. റെയ്നോൾഡ്സ് നമ്പർ റോ വി ഡി ബൈ ന്യൂ എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ റെയ്നോൾഡ്സ് നമ്പർ കിട്ടും. അത് ഗ്രേറ്റർ ദാൻ 4000 ആണോ ലെസ് ദാൻ 2000 ആണോ നോക്കുക. ഗ്രേറ്റർ ദാൻ 4000 എങ്കിൽ ടർബുലന്റ് ഫ്ലോ, ലെസ് ദാൻ 2000 എങ്കിൽ ലാമിനാർ ഫ്ലോ, ഇൻ ബിറ്റ്വീൻ ആണെങ്കിൽ ട്രാൻസിഷണൽ ഫ്ലോ. ഇൻ ബിറ്റ്വീൻ ആണെങ്കിൽ ട്രാൻസിഷണൽ ഫ്ലോ. Now next question is, in a pipe of diameter 350 mm and length 75 meter, water is flowing at a velocity of 2.8 meter per second. Find the head loss due to friction using Darcy-Weber's equation. Second part, Chessie's formula for which Chessie's constant C is equal to 55. Assume kinematic viscosity of water as 0.012 stop. Assume kinematic viscosity 0.012 stop. അപ്പോൾ തന്നിരിക്കുന്ന വാല്യൂസ് നോക്കാം. ഡയമീറ്റർ ഓഫ് പൈപ്പ് pipe D is equal to 350 mm or 0.35 meter. Length of pipe L is equal to 75 meter. Velocity of flow V is equal to 2.8 meter per second. Chessie's constant C is equal to 55. Then kinematic viscosity mu is equal to 0.012 stop, that is 0.012 into 10⁻⁻⁴ meter square per second. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. നമ്മൾ രണ്ട് ഇക്വേഷൻ പഠിച്ചു, ഡാർസി-വെയ്ബേഴ്സ് ഇക്വേഷനും ഹേഗൻ-പോയ്സെല്ലീസ് ഇക്വേഷൻ. അതിൽ പറയുന്നത് ഡാർസി-വെയ്ബേഴ്സ് ഇക്വേഷൻ ടർബുലന്റ് ഫ്ലോയിൽ യൂസ് ചെയ്യണമെന്നാണ്. അപ്പോൾ നമുക്ക് റെയ്നോൾഡ്സ് നമ്പർ കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ഇത് പറഞ്ഞിരിക്കുന്ന ഡാർസി-വെയ്ബേഴ്സ് ഇക്വേഷൻ യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതില് റെയ്നോൾഡ്സ് നമ്പർ ആദ്യം കണ്ടുപിടിക്കാം. Reynolds number R is equal to rho v d by mu. mu എന്ന് പറയുന്നത് കൈനമാറ്റിക് വിസ്കോസിറ്റി. നിങ്ങൾക്ക് അല്ല ഡൈനാമിക് വിസ്കോസിറ്റി. ഇവിടെ തന്നിരിക്കുന്നത് കൈനമാറ്റിക് വിസ്കോസിറ്റി ആണ്. mu by rho ആണ് mu. അതാണ് ഈ തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെ മാറും? v d by mu. That is 2.8 into 0.35 divided by 0.012 into 10⁻⁻⁴. അപ്പോൾ കിട്ടും 816666 എന്ന് വരും. Which is greater than 4000. So turbulent flow.
അത് നമ്മൾ റെയ്നോൾഡ്സ് നമ്പർ കണ്ടുപിടിച്ചു. ഡൈനാമിക് വിസ്കോസിറ്റി ആണെങ്കിൽ റോ വി ഡി ബൈ മ്യൂ എന്നാണ് ഫോർമുല. ഡൈനാമിക് വിസ്കോസിറ്റി ബൈ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു കൈനമാറ്റിക് വിസ്കോസിറ്റി. അപ്പോൾ ഈ റെയ്നോൾഡ്സ് നമ്പറിന്റെ ഫോർമുല വി ഡി ബൈ മ്യൂ എന്ന് എടുക്കുക. ന്യൂ വാല്യൂ തന്നിട്ടുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിച്ചു. ഗ്രേറ്റർ ദാൻ 4000 എന്ന് കിട്ടി റെയ്നോൾഡ്സ് നമ്പർ. അപ്പോൾ ടർബുലന്റ് ഫ്ലോ ആണെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഫ്രിക്ഷൻ ഫാക്ടർ 4F is equal to 0.316 divided by RE raised to 0.25. അങ്ങനെയാണ് ഫ്രിക്ഷൻ ഫാക്ടറിന്റെ ഫോർമുല. എന്താണ്? 4F is equal to 0.316 divided by RE raised to 0.25. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. 0.316 divided by 8166 raised to 0.25 ചെയ്യുമ്പോൾ 0.0105 എന്ന് കിട്ടും. ഇനി ഡാർസി-വെയ്ബർ ഇക്വേഷൻ യൂസ് ചെയ്യുന്നു. അപ്പോൾ ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ഇസ് 4FLV² by 2GD. ദാറ്റ് ഈസ് 4F എന്ന് പറയുന്നത് ഒറ്റയടി കിട്ടി 0.0105 ഇൻറ്റു 4FI. L എത്രയാ? 75 ഇൻറ്റു 2.8² ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 9.81 ഇൻറ്റു D 0.35. അപ്പോൾ എത്ര വരും? 0.9 മീറ്റർ ഓഫ് വാട്ട് ഇത് ഹെഡ് ലോസ് ആണ് കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് ഇൻ മീറ്റേഴ്സ് ഓഫ് ഫ്ലോയിങ് ലിക്വിഡ് എന്ന് വരും. ഇൻ മീറ്റേഴ്സ് ഓഫ് വാട്ടർ. ചെസ്സിസ് ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിക്കണമെങ്കിൽ V is equal to C root mi. ഇതാണ് ചെസ്സിസ് ഫോർമുല. ചെസ്സിസ് ഫോർമുലയിൽ V is equal to C root mi. ഇനി m എന്ന് പറയുന്നത് ഹൈഡ്രോളിക് മീൻ ഡെപ്ത്. ഇത് കൂടുതൽ നിങ്ങൾ ഓപ്പൺ ചാനൽ ഫ്ലോയിലാണ് m ഒക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അതിന് അടുത്ത സെക്ഷനിൽ പഠിക്കും. സോ m is hydraulic mean depth, that is cross-sectional area by wetted perimeter. Cross-sectional area by wetted perimeter ആണ് ഹൈഡ്രോളിക് റേഡിയസിന്റെ ഫോർമുല. അപ്പോൾ എങ്ങനെയാണ് cross-sectional area? That is pi by 4 into d square. അല്ല, എത്രയാണ് ഡയമീറ്റർ? 0.35. pi by 4 d square divided by wetted perimeter is pi into d. pi into 0.35. നിങ്ങൾക്ക് m എന്നുള്ള വാല്യൂ കിട്ടും 0.087. V is equal to C root mi ആണെങ്കിൽ ഇതിൽ നിന്ന് I എത്രയാണ്? I is equal to V square by C square into m. V square by C square into m എത്ര വരും? 2.8 square by C is 55. 55 square into m is 0.087. അപ്പോൾ I എത്ര വരും? 0.0297 എന്ന് കിട്ടും. സോ V is equal to C root mi. അതിൽ നിന്ന് I is equal to V square by C square into m. അപ്പോൾ നമുക്ക് I വാല്യൂ കിട്ടി. ഇനി ഹെഡ് ലോസ് എങ്ങനെയാണ് ചെസ്സിസ് ഇക്വേഷനിൽ നമുക്കറിയാം. I is equal to HF divided by L, or HF is equal to I into L. എത്ര വരും? 0.0297 into 75. That is
2.227 meter of water. അപ്പോൾ ഡാർസീസ് ഇക്വേഷൻ വെച്ച് 0.9 മീറ്റർ ഓഫ് വാട്ടർ എന്നും ചെസ്സീസ് ഇക്വേഷൻ യൂസ് ചെയ്തപ്പോൾ 2.227 മീറ്റർ ഓഫ് വാട്ടർ എന്ന് കിട്ടി. നമ്മൾ ഈ Darcy-Weber's equation head loss due to friction HF is equal to 4 of LV square by 2GD. രണ്ട് സെക്ഷൻ കൺസിഡർ ചെയ്താൽ സെക്ഷൻ 1 ഉം സെക്ഷൻ 2 കൺസിഡർ ചെയ്താൽ അവർ തമ്മിൽ വരുന്ന ഹെഡ് ലോസ് ആണ് HF is equal to 4 of LV square by 2GD. ഈ HF എന്ന് പറയുന്നത് ആക്ച്വലി ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ. ഈ HF is equal to P1 minus P2 by rho G. HF എന്ന് പറയുന്നത് P1 minus P2 by rho G. അതും കൂടെ മനസ്സിൽ വെച്ചേക്കണം. HF is Darcy-Weber's equation എന്ന് പറയുന്നത് HF is equal to 4 of LV square by 2GD. നിങ്ങൾ ഡെറിവേഷൻ പഠിക്കാത്തതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത്. HF is P1 minus P2 by rho G. ഇപ്പോൾ ഫ്ലോ ഫ്രം സെക്ഷൻ 1 to 2 ആണെങ്കിൽ ആ പ്രഷർ ഹെഡ് എന്നാണ് ഈ ഹെഡ് ലോസ് വരുന്നത്. P1 minus P2 by rho G is equal to HF, that is 4 of LV square by 2GD. 4 of LV square by 2GD. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഫ്രിക്ഷണൽ ഹെഡ് ലോസ് കണ്ടുപിടിക്കുന്നു HF. ഫ്രിക്ഷണൽ ഹെഡ് ലോസ് ആണ് HF. സോ ആ ഫ്രിക്ഷണൽ ഹെഡ് ലോസിനെ ഓവർകം ചെയ്യാൻ വേണ്ടി കുറച്ച് എമൗണ്ട് ഓഫ് എനർജി കൺസ്യൂം ചെയ്യും. ഫ്രിക്ഷണൽ ലോസിനെ ഓവർകം ചെയ്യാൻ certain amount of energy possessed by the flowing fluid will be consumed in overcoming frictional resistance of flow, and this energy loss is called power loss due to friction. ഫ്രിക്ഷൻ റെസിസ്റ്റൻസിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയുള്ള എനർജി ലോസിനെ പവർ ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ എന്ന് വിളിക്കും. അപ്പൊ അതിന്റെ ഫോർമുല എങ്ങനെയായിരിക്കും? പവർ ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ഇസ് ഈക്വൽ ടു റോ ജി ക്യൂ ഇൻറ്റു എച്ച് എഫ്. റോ ജി ക്യൂ ഇൻറ്റു എച്ച് എഫ്, where rho is the density, g is the acceleration due to gravity, q is the discharge, and hf is the head loss due to friction. അതായത് പൈപ്പ് ഫ്ലോയിൽ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ഓവർകം ചെയ്യാൻ വേണ്ടി കുറച്ച് എനർജി കൺസ്യൂം ചെയ്യും. ആ കൺസ്യൂം ചെയ്ത എനർജി ലോസിനെയാണ് പവർ ലോസ് എന്ന് പറയുന്നത്. പവർ ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ, ആൻഡ് പവർ ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ഇസ് ഗിവൺ ബൈ റോ ജി ക്യൂ ഇൻറ്റു എച്ച് എഫ്. എങ്ങനെയാണ്? റോ ജി ക്യൂ ഇൻറ്റു എച്ച് എഫ്. പവർ ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ഇസ് ഗിവൺ ബൈ റോ ജി ക്യൂ ഇൻറ്റു എച്ച് എഫ്. Rho G Q into H F. Power loss due to friction is given by rho G Q into H F. So next problem, a pipeline 20 centimeter in diameter and 1500 meter long carries water from one end to other. The pressure measured at inlet and outlet of the pipeline are 12 kilopascal and 2 kilopascal respectively. Determine the rate of flow through the pipe in liter per minute, taking Darcy's friction coefficient for the pipe is equal to 0.0
0.008. So question എന്താണ് പറഞ്ഞിരിക്കുന്നത്? Diameter of pipe is 20 centimeter or 0.2 meter. Pipe in the length 1500 meter. Pressure at inlet is 1.2 അല്ല 12 kilopascal. That is 12,000 Newton per meter square. Pressure at outlet is 2 kilopascal. That is 2,000 Newton per meter square. Darcy's friction coefficient is F is equal to 0.008. നമുക്ക് ഡിസ്ചാർജ് വേണം കണ്ടുപിടിക്കാൻ. അപ്പോൾ ഡാർസി വെയ്ബാച്ച് ഇക്വേഷൻ പറയുന്നത് HF is equal to 4FLV²/2GB. And head loss due to friction is P1 minus P2 by rho g. P1 minus P2 by rho g. ഇത് എത്ര വരും? 1200 minus 12,000 minus 2,000 divided by 10 raised to 3 into 9.81. അപ്പോൾ ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ എത്ര വരും? 0.019 meter of water. നമുക്ക് ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ അറിഞ്ഞൂടാ, പക്ഷെ ഡിസ്ചാർജ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഈ പ്രഷർ തന്നിട്ടുണ്ട്, ഇൻലെറ്റിലെയും ഔട്ട്ലെറ്റിലെയും പ്രഷർ തന്നിട്ടുള്ളതുകൊണ്ട് P1 minus P2 by rho g HF ആയിട്ട് എടുത്തിട്ട് നമുക്ക് HF കണ്ടുപിടിക്കാം. ഇനി ഈ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ എങ്ങനെ വരും? 1.019 is equal to 4 into 0.08 into 1500 into V square. V എന്താണ്? വെലോസിറ്റി. വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? അല്ല, നമുക്ക് V square തന്നെ ഇടാം. V square into V square അല്ലെങ്കിൽ V എന്ത് ചെയ്യണം? ഇവിടെ നിങ്ങൾ V is equal to Q by A എന്ന് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ V square എന്നിട്ട് വേണമെങ്കിലും ചെയ്യാം. ഡിവൈഡഡ് ബൈ 2 into 9.81 into D 0.2. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ V എത്രയാണെന്ന് കിട്ടും? 0.288 meter per second, which implies discharge is A into V, that is pi by 4 into 0.2 square into 0.288. 0.00904 meter cube per second. ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് ലിറ്റർ പെർ മിനിറ്റിലോട്ട് ആക്കണം. അപ്പോൾ ഇതിനെ ലിറ്റർ പെർ മിനിറ്റ് ആക്കാൻ ഇൻറ്റു 10 raised to 3 ഇൻറ്റു 60 ചെയ്യണം. അപ്പോൾ എത്ര വരും? 542.867 ലിറ്റർ പെർ മിനിറ്റ്. അതായത് 1 meter cube is 1000 liters. അപ്പോൾ മീറ്റർ ക്യൂബിനെ ലിറ്റർ ആക്കാൻ ഇൻറ്റു 1000. ഇനി ഒരു സെക്കൻഡിൽ ഇത്രയും മീറ്റർ ക്യൂബ്, ഇത്രയും ലിറ്റർ എങ്കിൽ 60 സെക്കൻഡ്സിൽ, അതായത് ഒരു മിനിറ്റിൽ എന്ന് പറയുമ്പോൾ 60 സെക്കൻഡ്സിൽ